ഹായ്, ഇന്നത്തെ വീഡിയോ നമുക്ക് സലാഡാണ്. കഴിഞ്ഞ ആഴ്ച നോയമ്പൊക്കെ കഴിഞ്ഞ് നല്ല ചിക്കൻ ബിരിയാണിയും നോൺ വെജൊക്കെ ഈ ഒരാഴ്ച കഴിച്ച് കാണുമല്ലോ. അപ്പോൾ ഇനി ഇച്ചിരി ഡയറ്റിങ്ങിലായാലോ. അപ്പോൾ ഇത് മൊച്ചപ്പയർ എന്നാണ് തമിഴിൽ പറയുന്നത്. ഇതിൻ്റെ മലയാളം എന്തുവാന്ന് എനിക്കറിയത്തില്ല, ഞാൻ കേരളത്തിൽ കണ്ടിട്ടില്ല. ഇത് നമ്മൾ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ കടലയൊക്കെ വയ്ക്കുന്നത് പോലെ കുക്കറിൽ വെച്ച് 2 വിസിൽ വെച്ചാൽ മതി. ഇത് കിട്ടിയില്ലെങ്കിൽ അതിന് പകരം കടലയോ പയറോ എന്ത് വേണേലും ചേർക്കാം. സലാഡിലും ഒത്തിരി വെറൈറ്റി സലാഡ് ഉണ്ടാക്കാം. നമ്മൾ ഒരുപോലെ ഉണ്ടാക്കുമ്പം ദിവസം മടുപ്പായിരിക്കും. അപ്പോൾ ഓരോരോ ദിവസം ഓരോരോ ഡിഫറെൻറ്റ് സ്റ്റൈലിൽ ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഈയിടെ എനിക്കിത് കിട്ടിയപ്പം എന്നാൽ ഇത് വെച്ച് ഒരു സലാഡ് ഉണ്ടാക്കാമെന്ന് ഓർത്തുണ്ടാക്കിയതാണ്. ഇതിന് പകരം നമുക്ക് വെള്ളക്കടലയാണേലും നല്ല ടേസ്റ്റായിരിക്കും. ഇത് രാത്രി മൊത്തം വെള്ളത്തിലിട്ടത് കൊണ്ട് പെട്ടെന്ന് വേഗം 2 or 3 വിസിലടിച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പം ഞാൻ ചെറിയ ഉപ്പിട്ടിട്ടുണ്ട്, ഒത്തിരിയല്ല, അത്യാവശ്യം ഇതിന് വേണ്ടി ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഇത് ചൂടാറുമ്പോഴത്തേക്കും നമ്മൾ ഇതിന് വേണ്ടിയ പച്ചക്കറികളെല്ലാം എടുക്കാം. ഇത്രയുമേ കുക്കിംഗ് ഉള്ളൂ. ഇനിയെല്ലാം നമ്മൾ ഫ്രഷ് വെജിറ്റബിൾസ് മാത്രമാണ്. ഇത് കുക്കിംഗ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞ സലാഡിൻ്റെ ഒത്തിരി വെറൈറ്റി നമുക്കിപ്പോൾ ഉണ്ടാക്കാൻ പറ്റും. കുക്ക്ഡ് ഉണ്ട്, അല്ലാത്തത് തന്നെ ഒത്തിരി വെറൈറ്റി. ഓരോരോ സാധനങ്ങൾ നമ്മൾ മിക്സ് ചെയ്യുന്നതിൻ്റെ ഡിഫറൻസ്, അത് ഓരോന്നും പച്ചക്കറികൾ അറിയുന്ന രീതി, ഓരോരോ സ്റ്റൈലിൽ അത് ചെയ്യുമ്പം അത് കാണാനും ഒരു ഭംഗി, അപ്പോൾ നമുക്ക് കഴിക്കാനും ഒരു ഇൻട്രസ്റ്റ് വരും. ഞാൻ പച്ചക്കറിയെല്ലാം ഒരേ രീതിയിൽ നല്ല ഒരേ സ്റ്റൈലിൽ അങ്ങനെയൊന്നും അറിയാറില്ല. എന്നാലും ചെയ്യുന്ന കാര്യം വൃത്തിയായിട്ടിരിക്കണം എന്നുള്ള ഒരു നിർബന്ധം ഉള്ളതുകൊണ്ട് അപ്പോൾ ഒരു സാധനം എങ്ങനെ അറിയുന്നു അന്നത്തെ ദിവസം അതെല്ലാം ആ രീതിയിലായിരിക്കണം എന്നാണ് സലാഡിൻ്റെ. ഞാനപ്പോൾ ഇപ്പം ഹാഫ് റൗണ്ടിൽ ഉള്ള രീതിയിൽ ക്യാരറ്റും കുക്കുംബരും അരിയുന്നുണ്ട്. പിന്നെ ക്യാപ്സിക്കം നമ്മൾ വേവിക്കാത്തത് കൊണ്ട് ഇച്ചിരി ചെറുതായിട്ടാണ് അരിയുന്നത്. ക്യാപ്സിക്കവും തക്കാളിയും ഒരേ രീതിയിലാണ് അരിയുന്നത്. വെജിറ്റബിളിൻ്റെ കൂടെ പ്രോട്ടീൻസ് എന്തെങ്കിലും വേണമെന്നുള്ളതിനാണ് പയറോ കടലയോ അങ്ങനെ എന്തെങ്കിലും കൂടെ ചേർക്കുന്നത് നല്ലതാണ്. അപ്പം ഞാൻ ചില ദിവസം ഇത് കഴിച്ചാൽ ചോറുണ്ണാറില്ല, അല്ലെങ്കിൽ ചോറ് ഒരു ശകലം എടുത്തിട്ട് ബാക്കി ഇതായിരിക്കും കഴിക്കുന്നത്. എന്നും അങ്ങനെ ഒന്നുമില്ല, ഇടയ്ക്ക് കുറച്ച് ദിവസം തോന്നും ഇച്ചിരി ഡയറ്റിങ് ആകാമെന്ന്. ആ സമയത്ത് ഇങ്ങനെയൊക്കെ വെറൈറ്റി ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചതേ ഉള്ളൂ. എന്തോ കാര്യം ചെയ്യുന്നതിനകത്തും എനിക്ക് ഇച്ചിരി വെറൈറ്റീസ്, എനിക്ക് ചെടി താല്പര്യമാണ്. അപ്പോൾ അതിനകത്ത് കുറേ വെറൈറ്റി ചെടി വേണം. ഡ്രോയിങ് ഇഷ്ടമാണ്. അപ്പോൾ പുതിയ പുതിയ എന്തോ വെറൈറ്റി ഡ്രോയിങ് ഉണ്ട്, എന്നതിനെക്കുറിച്ച് പഠിക്കണം. അതുപോലെയാണ് കുക്കിങ്ങിലും. ഇപ്പോൾ ദോശ ഉണ്ടാക്കുവാണെങ്കിൽ എത്ര വെറൈറ്റി ദോശ ഉണ്ടാക്കാം, എത്ര കളർഫുൾ ദോശ ഉണ്ടാക്കാം, അങ്ങനെയെല്ലാം ശ്രമിക്കുന്നതാണ്. അങ്ങനെ സലാഡിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി പരീക്ഷണമൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എല്ലാം കട്ട് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ അറേഞ്ച്മെൻറ്റ്, അതാണ് ഈ ഫുഡ് ഉണ്ടാക്കുന്നതിനേക്കാളും അത് സെർവ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഭംഗി കുറച്ചുകൂടെ വേണ്ടത്. ആ ശീലമൊക്കെ എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് പഠിച്ചതാണ്. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര നിർബന്ധമാണ് നമ്മൾ ഭക്ഷണം വിളമ്പുമ്പം അത് ഇന്ന പാത്രത്തിൽ ഇന്ന സാധനം ഇന്ന രീതിയിലേ വിളമ്പാവുള്ളൂ എന്നുള്ളത് ഇച്ചിരി നിർബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ട് കൊച്ചിലേ തൊട്ട് അത് കണ്ട് പഠിച്ച ശീലമാണ്. അതിൻ്റെ കൂടെ ഇച്ചിരി നമ്മുടെ ഡെക്കറേഷനും കൂടെ ആകുമ്പോൾ ഇച്ചിരി കൂടെ കാണാൻ ഭംഗിയാകത്തില്ലേ. അപ്പോൾ കളർഫുള്ളായിട്ട് കുറേ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആ രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യുക എന്നേ ഉള്ളൂ. ഞാനപ്പോൾ റൗണ്ട് പ്ലേറ്റിലായതുകൊണ്ട് അത് കളർ കോമ്പിനേഷൻ നോക്കി അത് വെറൈറ്റി ആയിട്ട് വെക്കുന്നുണ്ടെന്നേ ഉള്ളൂ. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിളൊക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മൊച്ചപ്പയർ അല്ലെങ്കിൽ ഏതെങ്കിലും കടലയോ പയറോ എന്തെങ്കിലും വെറൈറ്റി എന്തുവാ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അത് ഇതിൻ്റെ നടുക്ക് വയ്ക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ മൊച്ചപ്പയറിൻ്റെ തൊലി പൊളിച്ച സലാഡിൻ്റെ കൂടെ ആയതുകൊണ്ട് തൊലി പൊളിക്കുന്നത് ഏറ്റവും ടേസ്റ്റാണ്. കടലയാണേലും തൊലി പൊളിച്ചിട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. സലാഡിൻ്റെ കൂടെ കഴിക്കുമ്പം അങ്ങനെയാണെങ്കിൽ അതിനൊരു ടേസ്റ്റ് വരത്തുള്ളൂ. അത്യാവശ്യം ഉപ്പ് നേരത്തെ ഇട്ടിട്ടുണ്ട്.
എന്നിട്ട് ഇതാ വെജിറ്റബിൾസിൻ്റെ ഇടയ്ക്ക് വെച്ച് മല്ലിയില ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ടേബിളിൽ വെക്കണം. നമ്മൾ സെർവ് ചെയ്യാൻ നേരം ഇതിൻ്റെ കൂടെ ഉപ്പും കുരുമുളകും നാരങ്ങ ഉണ്ടെങ്കിൽ അതിൻ്റെ നാരങ്ങ ഒരു ഹാഫ് നാരങ്ങ ഇച്ചിരി നമ്മൾ അതിനകത്ത് ഒഴിക്കാം. പിന്നെ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം. ഇത്രയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എനിക്ക് ഇങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പം എൻ്റെ പൊന്നുവിനും അപ്പുവിനും ഇതിൻ്റെ കൂടെ ഇച്ചിരി തൈര് കൂടെ ചേർക്കുന്നത് ഇഷ്ടമാണ്. ഇത് ഡ്രൈ ആയിട്ട് ക്യാപ്സിക്കം ഒക്കെ അവർക്ക് പച്ചയ്ക്ക് തിന്നാൻ വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഇച്ചിരി തൈര് ചേർത്ത് അവർക്ക് വേണ്ടി സെപ്പറേറ്റ് ഞാൻ വെക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് തൈര് വേണമെങ്കിൽ ചേർക്കാം. മയോണൈസ് താല്പര്യമുള്ളവർക്ക് അതും ചേർക്കാം. അത് ഹെൽത്തി അല്ല, അതുകൊണ്ട് ഞാൻ അതൊന്നും ഉപയോഗിക്കാറില്ല. ഇത് തന്നെ ഇപ്പം ക്യാപ്സിക്കം അങ്ങനെ കുക്ക്ഡ് ഉള്ളതാണെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ക്യാപ്സിക്കം ജസ്റ്റ് ഒന്ന് ഫ്രൈ പാനിൽ ഇട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയായിരിക്കും. അതും ടേസ്റ്റാണ്. അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് അതേ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ വേറെ എന്ത് പച്ചക്കറിയാണെങ്കിലും നമുക്ക് ചേർക്കാം, ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.